നിങ്ങൾ ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. 1. ആത്മീയ പഠനം, ആത്മീയ കാര്യങ്ങൾ, സാമ്പത്തികം, ആരോഗ്യം, സത്സംഗം, പ്രകൃതി ആസ്വാദനം, പാപം ചെയ്യാതിരിക്കുക, സന്ധ്യാനേരത്ത് ശിവഭഗവാന്റെയും ശിവപാർവതി കുടുംബത്തിൻ്റെയും ഫോട്ടോയ്ക്കു മുന്നിൽ പൂജ, ധ്യാനം, സ്മരണ ഇവയൊക്കെ നടത്തി പ്രകൃതി രമണീയവും നെഗറ്റീവ് എനർജിയുള്ള പിശാചിൻ്റെ സന്തതികളായ വ്യക്തികൾ താമസിക്കാത്ത ഇടം കണ്ടെത്തി ഗൃഹനിർമ്മാണം നടത്തി വസിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു ദേവാത്മാവിന് ആത്മീയ ഉയർച്ചയ്ക്ക് ഉത്തമം.